ഹലോ, വെൽക്കം ടു അവർ കൊച്ചു ചാനൽ. ഇപ്പോൾ നമ്മൾ കണ്ടിട്ട് കുറച്ച് നാളായി, ഇടയ്ക്ക് ഒരു ബ്രേക്കൊക്കെ വന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്നിപ്പോൾ ഒരു യാത്ര പോവുകയാണ്. അപ്പോൾ പമ്പിൽ കയറി എണ്ണയൊക്കെ അടിച്ച് ഞങ്ങൾ നേരെ വർക്കലയ്ക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ വർക്കല റെയിൽവേ സ്റ്റേഷനിലെത്തി, കാറൊക്കെ അവിടെ പാർക്ക് ചെയ്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ കാറിൽ നിന്നൊക്കെ ഇറങ്ങി. ഇതാണ്ട് പുതിയ റെയിൽവേ സ്റ്റേഷൻ്റെ വർക്കൊക്കെ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരുള്ള റെയിൽവേ സ്റ്റേഷനിലെല്ലാം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ ഉള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. വർക്കലയും കൊല്ലം എല്ലാം ഒരുപാട് വർക്കുകൾ നടക്കുകയാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ മുഖച്ഛായ മാറുന്ന രീതിയിലുള്ള വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് റെയിൽവേ സ്റ്റേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. വർക്കല സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിൽ ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളിതാ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എങ്ങോട്ടെന്ന് പറഞ്ഞില്ലേ, ഞങ്ങൾ രണ്ടും കൂടെ നേരെ ഗുരുവായൂരേക്ക് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 12:30 കഴിഞ്ഞായിരുന്നു. 1 മണിക്കാണ് ഇവിടുന്ന് ട്രെയിൻ, ഗുരുവായൂർ എക്സ്പ്രസ്. അപ്പോൾ നമ്മൾ നേരെ ആ ഗുരുവായൂർ എക്സ്പ്രസ് കയറി ഗുരുവായൂരേക്ക് പോകാനുള്ള യാത്രയിലാണ്. അപ്പോൾ നമ്മുടെ കോച്ച് എന്ന് പറയുന്നത് B2 ആണ്. അപ്പോൾ അതാ B2 19ാമത്തെയാണ് B2 എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പം എൻജിനിൽ നിന്ന് 19ാമത്തെ ഒരു ഇത് കണക്കാക്കി ഞങ്ങളത് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ സെൻട്രലായിട്ടൊരു ട്രെയിൻ പാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു നാളെ രാവിലെ പോകാനുള്ളതാണെന്ന് തോന്നുന്നു. ട്രിവാൻഡ്രം മുംബൈ. അപ്പോൾ ഒരു ട്രെയിൻ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മളിതാ ഇവിടെ നിന്ന് ഇങ്ങനെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഏകദേശം ഒരു അരമണിക്കൂറോളം നേരത്തെയാണ് ഇവിടെ എത്തിയത്. അപ്പോൾ കുറച്ചുകൂടെ സമയമുണ്ട്. അതാ നമ്മുടെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് അതിലേക്ക് കയറാം. ഫാമിലിയായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ AC ആണ് ബുക്ക് ചെയ്തത്. കാരണം വെച്ചാൽ ഈ സമയത്തുള്ള യാത്രയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സ്ലീപ്പർ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ബുദ്ധിമുട്ടായിട്ടൊക്കെ വരും. അപ്പോൾ അതായത് നമ്മൾ B2 കോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ 6 ട്രെയിനിലോട്ട് കയറുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ രാവിലെ കാണാം. ട്രെയിൻ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം 1:30 മണിയോളം ആയിരുന്നു. അപ്പോൾ ഫുള്ള് ഇരുട്ടാണ്. പിന്നെ അകത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ രാവിലെ നേരം വെളുത്ത് സൂര്യനൊക്കെ ഉദിച്ചു. സൂര്യപ്രകാശമൊക്കെ പാവിൻ്റെ ശരീരത്ത് തട്ടി തുടങ്ങിയപ്പോഴത്തേക്ക് പാറുത ഉറക്കമണീറ്റ് ആ കാര്യങ്ങളൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മണി ഏകദേശം 7 മണിയൊക്കെ കഴിഞ്ഞു. 7:30 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഗുരുവായൂരെത്തും. അപ്പോൾ പാറുവിനെ ഞാൻ തട്ടി വിളിച്ച് ഉണർത്തി. അപ്പോൾ അവൾ ഉറക്കമൊക്കെ എണീറ്റ് ബാഗും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടുള്ള കാഴ്ചകളാണ്. ശരിക്കും ആ തൃശ്ശൂർ കഴിഞ്ഞപ്പോഴേ നല്ല ഒരു ഗ്രാമത്തിൻ്റെ ഒരു അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഈ ഗ്രാമത്തിന്റെ ഭംഗി എന്നൊക്കെ പറയുന്നത് വേറൊരു ലെവലാണ് അല്ലേ ഏട്ടാ? ഗ്രാമകാഴ്ചകളെന്ന് പറയുന്നത് അങ്ങനെയാണ്. നമുക്ക് എത്ര കണ്ടാലും മതി വരത്തില്ല. നമ്മളെ ഈ ട്രെയിനിൻ്റെ ഗുരുവായൂരത്തിന് തൊട്ട് മുന്നുള്ള സ്റ്റേഷനാണ് ഈ പൂങ്കുന്നം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ആ സ്റ്റേഷൻ കഴിഞ്ഞ് ഇനി ഒരു 10-15 മിനിറ്റിനകം തന്നെ നമ്മൾ ഗുരുവായൂരെത്തും. ശരിക്കും കണ്ട ആ നെൽപ്പാടവും കാര്യങ്ങളൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാമോ. ഏക്കർ കണക്കിന് സ്ഥലമാണ് ഇങ്ങനെ കിടക്കുന്നത്. വല്ലാത്തൊരു അനുഭൂതി തന്നെ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാനായിട്ട്. ശരിക്കും ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഈ ഒരു നെൽപ്പാടത്തിൻ്റെയൊക്കെ ഒരു കരയിലായിട്ടൊക്കെ ഉള്ളൊരു വീടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ശരിക്കും രാവിലെ ഉണർന്ന ഉടനെ ഇങ്ങനത്തെ ഉള്ള കാഴ്ചകളെ കാണുമ്പോൾ ആ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. നമുക്കൊന്നും ഈ കാഴ്ചകൾ അനുഭവിക്കണം, ഇങ്ങനെയൊക്കെ യാത്ര ചെയ്താലേ അനുഭവിക്കാൻ പറ്റുള്ളൂ. പിന്നെ അപ്പോൾ നമ്മൾ ഏകദേശം ഗുരുവായൂരെത്തി. അപ്പോൾ ഇനി നമുക്ക് ഗുരുവായൂരെ കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ നമ്മൾ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഈ ട്രെയിൻ എന്ന് പറയുന്നത് ചെന്നൈയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇത് ഗുരുവായൂർ വരെ ഉള്ളൂ. അപ്പോൾ ഈ ട്രെയിനിൽ തന്നെയാണ് നമ്മൾ ഇന്ന് രാത്രി തിരികെ പോകുന്നത്. രാത്രി 11:10 എന്താണ് ട്രെയിൻ ഇവിടെ നിന്ന് തിരികെ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോയിൽ കയറി ഗുരുവായൂർ കിഴക്കേ നടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളവിടെ കിഴക്കാന തൊട്ടടുത്ത ഈ അമ്പാടി റെസിഡൻസി എന്ന് പറയുന്നൊരു സ്ഥലത്താണ് റൂമൊക്കെ എടുത്തത്. അപ്പോൾ അവിടെ നിന്ന് റൂമെടുത്ത് ഞങ്ങൾ അവിടെ പോയി കുളിച്ച് ഫ്രഷായി നേരെ അമ്പലത്തിലൊക്കെ പോയി തൊഴുത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയ സമയത്ത് ഫോണൊന്നും കൊണ്ടുപോയില്ലായിരുന്നു.
അവിടെ ഫോൺ കൊണ്ടുപോയി കഴിഞ്ഞാലും അവിടെ ലോക്കറിലൊക്കെ വെച്ചതിന് ശേഷം അമ്പലത്തിനകത്തോട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി തൊഴുതിന് ശേഷമാണ് പിന്നെ ഫോൺ എടുത്തുകൊണ്ട് വന്നിട്ട് ഈ കാഴ്ചകളൊക്കെ റെക്കോർഡ് ചെയ്തത്. ഇത് അമ്പലത്തിൻ്റെ തീർത്ഥക്കുളമാണ്. ആ തീർത്ഥക്കുളത്തിൽ കിടക്കുന്ന മീനുകളൊക്കെ പറഞ്ഞാണ് ഒരുപാട് മീനുകളാണ് അതിൽ കിടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു ഏരിയയിലാണ് ഈ ഒരു കുളം സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ മധ്യഭാഗത്തായിട്ട് ഒരു കൃഷ്ണൻ്റെ വിഗ്രഹമുണ്ട്. ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് അവിടെ നിൽക്കുമ്പോൾ തന്നെ. അതുപോലെ തന്നെ ഈ കുളത്തിൽ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, അതിൽ സോപ്പ്, എണ്ണ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിൽ ഉപയോഗിക്കരുതെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ വഴിപാട് കാര്യങ്ങളും അതിൻ്റെ എത്ര രൂപയാണ് ആ വഴിപാടിനായിട്ടുള്ള വിവരങ്ങളൊക്കെയാണ് ഈ ഒരു ബോർഡിൽ കാണുന്നത്. ഒരുപാട് വഴിപാടും പൂജകളും ഒക്കെയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശദവിവരങ്ങളാണ് ഈ ഒരു ബോർഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ കിഴക്കേ നട. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ദിവസം തോറും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത്. കണ്ണന്റെ തിരുനടയിൽ വന്ന് വിഷമങ്ങൾ പങ്കുവച്ചാൽ അതിൽ 100% പരിഹാരം ലഭിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഓരോ ദിവസവും ഇത്രയും ഭക്തജന തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നത്. ഈ കാണുന്നതാണ് ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയം. ഇപ്പോൾ പുതുതായിട്ടൊക്കെ പണി കഴിപ്പിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇപ്പം ഈ വർഷം തന്നെയാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊരു സെൽഫിയൊക്കെ എടുത്ത്. കിഴക്കേ നടയിലെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇതുപോലെ ഭക്തജന തിരക്ക് തന്നെയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ തിരക്ക് കാരണം നമുക്ക് ഉള്ളിൽ കയറി കൃഷ്ണനെ കാണാൻ പറ്റിയില്ലെങ്കിലും ഒരുപാട് പേരും ഈ കിഴക്കേ നടയിൽ നിന്നാണ് തൊഴുതിട്ട് മടങ്ങാറ്. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേരം കൃഷ്ണനെ ദർശിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതാണ് മേൽപ്പത്തൂർ ഓഡിറ്റോറിയം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ചെന്ന സമയത്തും ഒരുപാട് പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കുട്ടികളുടെയൊക്കെ ഭരതനാട്യം, കുച്ചിപ്പിടി അങ്ങനെയൊക്കെയുള്ള ഓരോ ഡാൻസ് പ്രോഗ്രാം, അവരുടെയൊക്കെ അരങ്ങേറ്റവും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന ഒരു ഓഡിറ്റോറിയമാണ് ഈ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം എന്ന് പറയുന്നത്. ഞങ്ങളും കുറേ നേരം ഇതുപോലുള്ള ഡാൻസ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കണ്ട് അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല ഒരു അനുഭൂതിയാണ്. വെച്ചാൽ അവിടുത്തെ ഒരു അന്തരീക്ഷം നടന്ന ആ ഒരു രീതിയിലാണ്. ഈ കാണുന്നതാണ് ഗുരുവായൂർ കല്യാണ മണ്ഡപം. 4 മണ്ഡപങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ഒരുപാട് തിരക്കും കാര്യങ്ങളും ഉള്ളൂ. അപ്പോൾ രാവിലെ 6 മണി മുതലൊക്കെയാണ് ചില ദിവസങ്ങളിൽ വിവാഹത്തിൻ്റെ മുഹൂർത്തങ്ങൾ വരുന്നത്. പിന്നെ ശരിക്കും ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്തുമ്പോൾ മുഹൂർത്തം അങ്ങനെ നോക്കാറില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ തൊഴുതൊക്കെ ഇറങ്ങിയതിന് ശേഷം പുറത്ത് ഫുഡ് കഴിക്കാനായിട്ട് വന്നായിരുന്നു. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതാണ് അമ്പലത്തിൽ കയറിയത്. അപ്പോൾ ഞങ്ങളിവിടെ വരുമ്പോഴെല്ലാം വർഷങ്ങളായിട്ട് കഴിക്കുന്നതാണ് കിഴക്കേ നടയിലുള്ള ശ്രീഭദ്ര റെസിഡൻസി. നല്ല ഫുഡാണ്. അപ്പോൾ നമ്മൾ തൊഴുതിറങ്ങിയ ശേഷം അവിടെ തന്നെയാണ് ഫുഡ് കഴിക്കാൻ ഇപ്രാവശ്യം വന്നത്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഇപ്പോൾ ഏകദേശം 11 മണി അടുപ്പിച്ചായിരുന്നു. അപ്പോൾ അത് നമ്മൾ പൂരി മസാലയാണ് ഓർഡർ ചെയ്തത്. ഫുഡൊക്കെ വന്നു. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അടുത്തത് ഇനി ഇവിടുന്ന് മമ്മിയൂരേക്ക് പോകണം. അപ്പോൾ അത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ബില്ലൊക്കെ വന്നു. വലിയ ബില്ലൊന്നും വന്നിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും ഫുഡ് കഴിച്ചത് ഏകദേശം 200 രൂപയാണ് അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ എന്നിട്ട് ഇവിടെ നിന്നൊരു ഓട്ടോയിൽ മമ്മിയൂരിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് 50 രൂപയാണ് മമ്മിയൂരിലേക്ക് വരാൻ എനിക്ക് ഓട്ടോ ചാർജായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ മമ്മിയൂർ ക്ഷേത്രത്തിൽ വന്നപ്പോഴാണ് അവിടെ ഒരു ബോർഡ് വെച്ചേക്കുന്നത് കണ്ടത്. ക്ഷേത്രത്തിൽ പണികളൊക്കെ നടക്കുന്നതുകൊണ്ട് ക്ഷേത്രം 10 മണിക്ക് അടയ്ക്കും. അപ്പോൾ ശരിക്കും നമ്മൾ ഇന്ന് വന്ന സമയത്ത് ഇന്ന് അവിടെ ബിൽഡിങ്ങിൻ്റെ വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് 12 മണി വരെ ഉണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ 10 മണിക്ക് അടയ്ക്കും. അപ്പോൾ ആരെങ്കിലും ഇപ്പോൾ ഉടനെ വരുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എന്നുവെച്ചാൽ ഇന്നിപ്പോൾ വർക്കൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കത് കയറി തൊഴുവാൻ പറ്റിയത്. അപ്പോൾ ഞങ്ങൾ അവിടെയും തൊഴുതിറങ്ങി. അതിനുശേഷം നമ്മൾ ഇവിടെ നേരെ പോയത് ആനക്കൊട്ടിലേക്കാണ്. അപ്പോൾ അവിടെ നിന്ന് 80 രൂപയാണ് ആനക്കൊട്ടിലേക്ക് നമുക്ക് ഓട്ടോയ്ക്ക് ആയത്. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ ഇവിടെ ആനക്കൊട്ടിലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞ്
വണ്ടിയിലേക്ക് വരുന്നവർക്ക് നല്ല വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയ തന്നെ അവിടെ ഉണ്ട്. വണ്ടി ഇടുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ ഓട്ടോയിൽ വന്നുകൊണ്ട് കുഴപ്പമില്ല. അല്ലാതെ കാറിൽ വരുന്നവർക്കായാലും യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതാണ് അവിടുത്തെ നമുക്ക് എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത്. 20 രൂപയാണ് നമുക്കുള്ള ഫീസ്. പിന്നെ അതുപോലെ നമ്മൾ മൊബൈൽ ഫോട്ടോ പർപ്പസിനായിട്ട് മൊബൈൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിനൊരു 25 രൂപയുടെ ടിക്കറ്റ് ഉണ്ട്. ഈ കാണുന്നതെന്ന് പറയുന്നത് ഗുരുവായൂർ ദേവസ്ഥൻ്റെ ഫ്രൂട്ട്സ് കൗണ്ടറാണ്. ആനയ്ക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സോ കാര്യങ്ങളോ ഒക്കെ വാങ്ങണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ വാങ്ങിക്കൊടുക്കാം. ശരിക്കും നമ്മൾ ഇതിനകത്തോട്ട് കയറുമ്പോഴേ നല്ലൊരു തണുത്ത അന്തരീക്ഷമാണ്. ആ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് അത്രയും മരങ്ങൾ ഇവിടെ നിൽക്കുന്നതാണ്. നമ്മളിപ്പോൾ ഈ ഒരു ചൂട് കാലാവസ്ഥ വന്നിട്ട് പോലും നമുക്ക് ഒരു ചൂടോ ഒന്നും ഇതിനകത്തോട്ട് വരുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നതേ ഇല്ല. നമ്മൾ കയറുമ്പോൾ തന്നെ ഇടസ്ഥലമായിട്ട് നല്ല വലിയൊരു കുളം തന്നെയുണ്ട് ഇവിടെ. അപ്പൊ എനിക്കൊന്ന് മിക്കവാറും നേരത്തെ ആനകളെ കുളിപ്പിക്കുന്നത് ഇവിടെ തന്നെ ആയിരുന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇവിടെ അല്ല കുളിപ്പിക്കുന്നത്. ഇപ്പൊ അവിടെ വേറെ എന്തൊക്കെയോ കുറെ പക്ഷെ അത് എനിക്ക് ഇനി കുളക്കോഴിയാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അതൊക്കെ അവിടെ കുളിച്ച് തിമർത്തിരിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മളത് കുറെ കൂടെ മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് ഓരോ ആനകളായിട്ട് കൊണ്ട് അവിടെ കണ്ട ഓരോരുത്തർ പഴമൊക്കെ വാങ്ങി അതിന് കൊടുക്കുന്ന ഒരു കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ കയറിയ കൗണ്ടറിൻ്റെ അടുത്ത് തന്നെ പഴവും കാര്യങ്ങളെല്ലാം വാങ്ങാൻ കിട്ടും. അപ്പോൾ അതൊക്കെ കണ്ട് അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുന്തോറും ഇരുവശങ്ങൾ നമ്മൾ ആ നടപ്പാതയുടെ ഇരുവശങ്ങളിലായിട്ടും ഓരോ ആനകളെ വീതം എന്നുവെച്ചാൽ അവരെല്ലാം ഇങ്ങനെ ഓരോരോ രീതിയിലവിടെ നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ അവരവിടെ അടിച്ച് പൊളിച്ച് നിൽക്കുകയാണ്. നമുക്കങ്ങനെ ഒരുപാട് ആനകളെ തന്നെ ഈ വഴിയുടെ ഇരുവശത്തായിട്ട് കാണാൻ പറ്റും. അവർ മിക്കവാറും കാണുമ്പോഴെല്ലാം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആഹാരമൊക്കെ കഴിച്ചുകൊണ്ടായിരിക്കും അവർ നിൽക്കുന്നത്. വേറെ അങ്ങനെ മതപ്പാടോ കാര്യങ്ങളോ ഒക്കെ ഉള്ള ആനകളെയൊക്കെ ഒരുപാട് അങ്ങ് ഉള്ളിലോട്ടാണ് അവിടെ ചങ്ങലയിൽ തളച്ചേക്കുന്നത്. അതിൻ്റെ ഒന്നും അടുത്തിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റത്തില്ല. കാരണം വെച്ചാൽ അത് പ്രത്യേകം നോ എൻട്രി ബോർഡ് പല സ്ഥലങ്ങളിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അല്ലാതെ തന്നെ ഒരുപാട് ആനകൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിപ്പം ആനകളെ കുളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്ലോർ എന്ന് പറയുന്നത് റബ്ബറിൻ്റെ ഒരു മാറ്റ് ഇട്ടേക്കുന്നതാണ്. വെച്ചാൽ ഈ കുളിപ്പിക്കും ആന തെന്നി വീഴുക അങ്ങനെയൊന്നും ചെയ്യാത്ത രീതിയിൽ. ഇപ്പം ഈ ഒരു അടുത്താണ് ഈ ഒരു സംവിധാനം വന്നതിൻ്റെ ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ട് ഇവിടെ ഒരു ആന ഒന്ന് കുളിക്കുന്നത് നല്ലൊരു രസമുള്ള കാഴ്ചയായിരുന്നു. അങ്ങനെ നമ്മളിവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് നല്ല രസമാണ്. കണ്ടോ ഈ ഒരു ആന ഡാൻസ് കളിക്കുന്ന പോലെയാണ്. എന്താണ് അതിന് പാട്ടിനനുസരിച്ച് ഡാൻസ് കളിക്കണമെന്ന് അറിയാൻ വയ്യ. എന്തായാലും അവിടെ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മൾ ഒരുപാട് നേരം ഇത് കണ്ടു നിന്നായിരുന്നു. ഇവിടെ നല്ല ഒരു കെട്ടിടവും കാര്യങ്ങളും ഒക്കെ നിൽപ്പുണ്ട്. പക്ഷേ അതൊക്കെ ഒത്തിരി വർഷം പഴക്കമുള്ളത് കൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു. അതൊക്കെ ഏകദേശമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ്. നമുക്കിപ്പോൾ അതിനകത്തേക്കൊന്നും പ്രവേശിക്കാനോ കാണാനോ ഒന്നും പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല. അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരികെ വൈകുന്നേരം വീണ്ടും നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലേക്ക് വന്നായിരുന്നു. അപ്പോൾ അവിടെ പൂക്കട കണ്ടപ്പോൾ തന്നെ പാറുവിന് പൂവൊക്കെ വേണം പറഞ്ഞാൽ പൂവൊക്കെ വാങ്ങി തലയിൽ വെച്ച് കിഴക്കേ നടയിലേക്ക് കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ക്ഷേത്രത്തിനുള്ളിൽ കയറി തൊഴുതായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുന്നില്ല. ബാക്കി പുറമേയുള്ള കാഴ്ചകളൊക്കെ കണ്ട് കുറേ നേരം കൂടി ക്ഷേത്രത്തിൽ ചിലവഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഈ മേൽപ്പത്തൂർ മണ്ഡപത്തിൻ്റെ വശത്തായി ഒരു വലിയ, അതായത് നല്ല ഏരിയയിൽ ഒരു ഇൻ്റർലോക്കൊക്കെ പാകി ഒരുപാട് പേർക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു സൗകര്യത്തിലാണ് ഇവിടെ ചെയ്തേക്കുന്നത്. വെയിലൊന്നും ഇല്ല. ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 6:30-7 മണി ഒക്കെ അടുപ്പിച്ചായി ഇവിടെ എത്തിയപ്പോൾ തന്നെ. അപ്പോൾ അതുകൊണ്ട് നല്ല ഒരു ചെറിയ കാറ്റും ഒക്കെ നിന്ന് ഇവിടുത്തെ ഈ കാഴ്ചകളൊക്കെ കാണാൻ നല്ല ഒരു അനുഭൂതിയായിരുന്നു. ഇപ്പോഴും ഭയങ്കര തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ രാവിലെ കണ്ട ആ ക്ഷേത്രകുളത്തിൻ്റെ കണ്ട രാത്രി ആ ഒരു ലൈറ്റും വെട്ടവും എല്ലാം കൂടെ ഒക്കെ ആയപ്പോഴും അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് വേറൊരു ലെവലിലായി. ഓരോ സമയവും ഓരോ രീതിയിലാണ് ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയുന്നത്. ഇപ്പോൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പ്രോഗ്രാം എന്തോ തുടങ്ങാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ എന്തോ ഒരു പ്രഭാഷണവും കാര്യങ്ങളുമാണ് നടക്കുന്നത്. അങ്ങനെ ഞങ്ങളും കുറച്ച് നേരം അതൊക്കെ കേട്ട് അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ പല സമയത്തും പല രീതിയിലുള്ള പ്രോഗ്രാമുകളാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ രാവിലെ വന്ന സമയത്ത് ഫ്യൂഷൻ തിരുവാതിരയായിരുന്നു നടന്നത്. അങ്ങനെ പല സമയത്തും പല രീതിയിലുള്ള പ്രോഗ്രാമുകളാണ് ഇവിടെ നടക്കുന്നത്. ഇതാണ് ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയം. ഇത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നതായിരുന്നു. ഇപ്പോൾ
പുതുതായിട്ട് റിനോവേഷൻ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി നല്ല രീതിയിൽ പണിയെല്ലാം പൂർത്തീകരിച്ചിട്ടേക്കാണ്. അവിടെ വേറെ പ്രോഗ്രാമും കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതിപ്പം ഇനി പടിഞ്ഞാറ നടയിലേക്കാണ് വന്നത്. അപ്പോൾ പടിഞ്ഞാറ നടയിലും കിഴക്കേ നടയിലും ഇതുപോലെ ഒരുപാട് കടകളുണ്ട്. കടകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ആ കടകളിലൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞാൽ മണിക്കൂറുകളോളം അവിടെ നോക്കാം. അത്ര ഭംഗിയിലാണ് അവിടെ ഓരോ കാര്യങ്ങൾ അവരിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. എല്ലാത്തിലും ഒരു കൃഷ്ണമയം തന്നെയാണ് അവിടെ. എല്ലാ കടകളിലും, അതൊരു തുണിക്കടയിൽ കയറിപ്പോയാലും ഫാൻസി കടകളിലായാലും എല്ലാത്തിലും കൃഷ്ണമയം തന്നെയാണ്. നല്ല ഭംഗിയാണ് ഈ കാഴ്ചകളും കണ്ടിങ്ങനെ നിൽക്കാൻ. ഞങ്ങൾ ഒരുപാട് സമയം അവിടെ തന്നെ ചിലവഴിച്ചായിരുന്നു. ഞങ്ങൾ വൈകുന്നേരം വീണ്ടും വന്നതിന് നമുക്കൊരു ലക്ഷ്യം കൂടിയുണ്ട്. രാത്രി ശീവേലി എന്ന് പറയുന്നൊരു ചടങ്ങ് നടക്കും. അപ്പോൾ ഈ ശീവേലി ചടങ്ങെന്ന് പറയുന്നത് ചെറിയ കൃഷ്ണ വിഗ്രഹം, അതായത് ബാലരൂപത്തിലുള്ള കൃഷ്ണന് പുറത്ത്, ആനയുടെ പുറത്ത് എഴുന്നള്ളപ്പ്, ആ ഒരു ചടങ്ങാണ് ശീവേലി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നല്ലതുപോലെ ആ വിഗ്രഹം കണ്ട് തൊഴുവാനുള്ളൊരു അവസരം ഉണ്ടാവും. അപ്പോൾ രാത്രി ശീവേലിക്ക് അങ്ങനെ ഫിക്സ് ഒരു ടൈം പറയാൻ പറ്റത്തില്ല. 8:30-9 മണി ഒക്കെ കഴിഞ്ഞാൽ ഏത് സമയം വേണമെങ്കിലും ഉണ്ടാവും. അതായത് പറഞ്ഞാൽ ഈ ദർശനത്തിനായിട്ട് ക്യൂ നിൽക്കുന്നവർ എപ്പോഴാണോ തൊഴുത് തീരുന്നത് ആ സമയത്താണ് നടയെല്ലാം അടച്ച് എല്ലാം തൂത്ത് വൃത്തിയാക്കി അതിനുശേഷമാണ് ഈ ശീവേലി ചടങ്ങ് തുടങ്ങുന്നത്. അപ്പോൾ ഈ കൃഷ്ണ വിഗ്രഹം ആനപ്പുറത്ത് വെച്ച് ക്ഷേത്രത്തിന് 3 വലത്ത് വയ്ക്കും. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കണ്ട് തൊഴുത് അവിടെ നിന്ന് മടങ്ങാൻ പറ്റും. ആ ഒരു കാര്യത്തിനാണ് ഞങ്ങൾ അവിടെ കാത്തു നിന്നത്. അങ്ങനെ ഞങ്ങൾ ശീവേലിയെ കണ്ട് തൊഴുത് ഞങ്ങൾ വീണ്ടും ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. നമ്മൾ രാവിലെ ഇങ്ങോട്ട് വന്ന അതേ ട്രെയിൻ തന്നെയാണ് തിരികെ 11:15 മണിക്ക് ഇവിടെ നിന്ന് പോകുന്നത്. തിരിച്ച് അങ്ങോട്ട് നമ്മൾ AC തന്നെയാണ് ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ B2 കോച്ച് തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ B2 കോച്ചിൻ്റെ അടുത്തെത്തി. ഇനിയിപ്പോൾ നമുക്ക് രാവിലെ 4 മണിക്ക് വർക്കല എത്തുമെന്നാണ് കാണിക്കുന്നത്. ഇടയ്ക്ക് എന്തെങ്കിലും ഡിലേ ഉണ്ടോയെന്ന് അറിയത്തില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് വർക്കല റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 4:30 അരമണിക്കൂർ ഡിലേ ആയിരുന്നു. അങ്ങനെ നമ്മുടെ ഈ ഗുരുവായൂർ ട്രിപ്പിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ടേക്ക് കെയർ.